നമസ്കാരം. പഠിച്ച പണി 18 പയറ്റിയിട്ടുണ്ട് അമേരിക്ക ഇന്ത്യ റഷ്യ സൗഹൃദം നശിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും സ്വാർത്ഥത കണ്ട് തിരിഞ്ഞു കൊത്താൻ ഒരു മടിയും കാണിക്കാത്ത അമേരിക്ക എന്ന സർപ്പത്തെ മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ ഈ ലോകത്ത് കഴിയുന്നത്. അമേരിക്കയുടെ വാക്കുകേട്ട് റഷ്യയെ പിണക്കാനോ നോവിക്കാനോ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. അമേരിക്ക എന്ന ചതിയൻ ഇന്ത്യയെ കൈവിട്ട സ്ഥലത്തെല്ലാം ഇന്ത്യയെ താങ്ങി നിർത്തിയ റഷ്യ എന്ന സുഹൃത്തിനെ മറക്കാൻ നമ്മുടെ രാജ്യത്തിന് അത്ര എളുപ്പവുമല്ല. ആ സൗഹൃദത്തിന്റെ പുതിയ ഏടൊരുങ്ങുകയാണ്. അമേരിക്ക സ്തംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. വിഷയത്തിലേക്ക് വരാം. ആഗോള നയതന്ത്രം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ ദീർഘകാല സൗഹൃദത്തിന്റെ കാലാതീതമായ മൂല്യം വീണ്ടും ഉറപ്പാക്കുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ലോകവേദിയിൽ പ്രക്ഷുബ്ധത സൃഷ്ടിക്കുമ്പോഴും ഇന്ത്യയും റഷ്യയും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ദുർബലമാകില്ല എന്ന് ലോകത്തിന് ശക്തമായ സൂചനയാണ് നൽകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഡിസംബർ ആദ്യവാരം നടക്കാനിരിക്കുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് അന്തിമ രൂപം നൽകിയതോടെ ഈ ബന്ധത്തിന്റെ കരുത്ത് കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ റഷ്യൻ എണ്ണയിൽ നിന്നും ആയുധ ഇടപാടുകളിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നയിക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ വിദേശ നയം കാരണം പരാജയപ്പെട്ടിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ ഈ പരാജയം ഏറെ പ്രകടവുമാണ്. റഷ്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയഫ് വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഉപേക്ഷിക്കാൻ അമേരിക്ക നിരന്തരം ആവശ്യപ്പെടുകയും ഉപരോധ ഭീഷണികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യ ഈ നിർണായക ഇടപാടുമായി മുന്നോട്ട് പോവുകയും തങ്ങളുടെ ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾ ബാഹ്യ ഇടപെടലുകൾക്ക് വഴങ്ങില്ലെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിരോധ രംഗത്തെ ഈ സഹകരണം അവിടെ അവസാനിക്കുന്നില്ല. ബ്രഹ്മോസ് മിസൈലുകൾ, AK-203 റൈഫിളുകൾ എന്നിവയുടെ സംയുക്ത നിർമ്മാണം വഴി ഇരു രാജ്യങ്ങളും വളരെ തന്ത്രപരമായ സാങ്കേതിക കൈമാറ്റത്തിലും ഉൽപാദനത്തിലും പങ്കാളികളായി ഇന്നും തുടരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലും റഷ്യൻ എണ്ണയുടെ വർദ്ധിച്ച ഇറക്കുമതിയാണ് വ്യാപാര രംഗത്തെ മറ്റൊരു നിർണായകമായിട്ടുള്ള ഘടകം. ഉക്രൈൻ യുദ്ധാനന്തരം റഷ്യൻ എണ്ണ വിലക്കുറവിൽ ലഭ്യമായത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനും ഏറെ നിർണായകമായി മാറി. മാത്രവുമല്ല, അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കി രൂപയിലും റൂബിളിലുമുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇരുവർക്കും വളരെയേറെ സഹായകമായി വന്നു. കൂടംകുളം ആണവ നിലയം പോലുള്ള സംരംഭങ്ങളിലൂടെ ആണവോർജ മേഖലയിലെ സഹകരണം ഇന്ത്യയുടെ ദീർഘകാല ഊർജ ആവശ്യങ്ങൾക്ക് മുതൽക്കൂട്ടാവുകയും ഈ പങ്കാളിത്തം കേവലം എണ്ണയിൽ ഒതുങ്ങുന്നില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനായുള്ള റഷ്യയുടെ ശക്തമായ പിന്തുണയും BRICS, SCO അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള ബഹുമുഖ വേദികളിൽ ഇന്ത്യയും റഷ്യയും പങ്കിടുന്ന പൊതു നിലപാടുകളും ഈ തന്ത്രപരമായ അടുപ്പം ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഈ കൂട്ടിക്കെട്ടിലൂടെ ഇന്ത്യ തങ്ങളുടെ വിദേശ നയം തന്ത്രപരമായ സ്വയം ഭരണം എന്ന അടിസ്ഥാന തത്വത്തിൽ അടിയുറച്ചതാണെന്നും ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അമേരിക്കൻ പക്ഷത്തേക്കോ റഷ്യൻ പക്ഷത്തേക്കോ പൂർണ്ണമായും ചേരാതെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നയം സ്വീകരിക്കുന്ന ഈ സമീപനം ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്നും ഇന്ത്യയുടെയും റഷ്യയുടെയും സൗഹൃദം ബാഹ്യ ഇടപെടലുകൾക്ക് വഴങ്ങുന്നില്ല എന്നും ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ തന്ത്രപരമായ സ്വയം ഭരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കൂട്ടുകെട്ട് നിലകൊള്ളുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വിശ്വാസ്യതയുടെ രാഷ്ട്രീയമാണ് ഇരു രാജ്യങ്ങൾക്കും പറയാനുള്ളത്. ചതിക്കാത്ത സൗഹൃദത്തിനൊപ്പം നിൽക്കുകയാണ് ഇന്ത്യ എപ്പോഴും ചെയ്യുന്നത്. അതാണ് റഷ്യ. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ സമ്മർദ്ദങ്ങളും സഖ്യമാറ്റങ്ങളും പതിവാകുന്ന ഈ ഘട്ടത്തിൽ തങ്ങളുടെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ ഇന്ത്യ എന്നും പിന്തുടർന്നിട്ടുള്ളത് വിശ്വാസ്യതയുടെയും ദേശീയ താല്പര്യത്തിന്റെയും പാത തന്നെയാണ്. റഷ്യൻ എണ്ണയിൽ നിന്നും നിർണായകമായ പ്രതിരോധ ഇടപാടുകളിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടത് കേവലം നയതന്ത്രത്തിലെ ഒരു തിരിച്ചടി എന്നതിലുപരി അമേരിക്കൻ നയതന്ത്രത്തിന്റെ ചഞ്ചലതയിൽ ഇന്ത്യക്കുള്ള ചരിത്രപരമായ അവിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉച്ചകോടിക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്തത്
ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം അചഞ്ചലമായി തുടരുമെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ അമേരിക്ക ഒരു താൽക്കാലിക തന്ത്രമാണ്. റഷ്യ ആകട്ടെ കാലാതീതമായ ഒരു വിശ്വസ്ത പങ്കാളിയും. ചരിത്രപരമായ അടിത്തറയും വിശ്വാസ്യതയും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പിന് ശക്തമായ ചരിത്രപരമായ അടിത്തറയുണ്ട് എന്നാണ് പറയുന്നത്. 1971 നിർണായകമായ യുദ്ധകാലഘട്ടത്തിൽ അമേരിക്കൻ പക്ഷത്തു നിന്ന് ഇന്ത്യക്ക് ഭീഷണി ഉണ്ടായപ്പോൾ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് ഉപാധികളില്ലാത്ത പിന്തുണയാണ് നൽകിയത്. ഇന്തോ സോവിയറ്റ് സൗഹൃദ ഉടമ്പടിയുടെ ഇന്ത്യ സുരക്ഷാ കവചമായി നിലകൊണ്ടു. എന്നാൽ അമേരിക്കൻ നയതന്ത്രമാകട്ടെ തങ്ങളുടെ താല്പര്യങ്ങൾ മാറുമ്പോൾ സഖ്യകക്ഷികളെ ഉപേക്ഷിക്കുന്നതിന്റെ ചരിത്രപരമായ ഉദാഹരണങ്ങൾ പലവട്ടം നൽകിയിട്ടുമുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വ്യാപാര ഉപരോധങ്ങളും ഭീഷണികളും ഉയർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്ന് കൃത്യമായിട്ട് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ രംഗത്ത് നിർണായക സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യാനും അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ ആയുധങ്ങൾ മുടങ്ങാതെ എത്തിക്കാനും റഷ്യ എന്നും ഇന്ത്യക്ക് വിശ്വസ്തനായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സാങ്കേതിക സഹകരണമുണ്ട്. ഇന്ത്യക്കും റഷ്യയും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാങ്കേതിക സഹകരണം. ഇന്ത്യൻ റഷ്യ ബന്ധം കേവലം എണ്ണയിലോ ആയുധങ്ങളിലോ ഒതുങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഏറ്റവും ഉയർന്ന് സാങ്കേതിക തലത്തിലേക്കാണ് ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനകരമായ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമായിട്ടുള്ള ഗഗൻയാൻ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആസ്ട്രോനോട്ടുകൾക്ക് റഷ്യയാണ് ഉന്നത നിലവാരമുള്ള പരിശീലനം നൽകുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസുമായുള്ള ഈ സഹകരണം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് നിർണായകമായ സാങ്കേതിക പിന്തുണയാണ് നൽകുന്നത്. ഈ ഉന്നതതല സാങ്കേതിക കൈമാറ്റം അമേരിക്കൻ സഖ്യകക്ഷികൾ പോലും മടിക്കുന്ന ഒരു മേഖലയിൽ ചതിക്കാത്ത റഷ്യ ഇന്ത്യക്ക് നൽകുന്ന വിശ്വാസ്യതയുടെ തെളിവ് കൂടിയാണ്. റഷ്യ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള സ്വയം ഭരണം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ്. അമേരിക്കൻ പക്ഷത്തേക്കോ റഷ്യൻ പക്ഷത്തേക്കോ പൂർണ്ണമായും ചേരാതെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നയം രൂപീകരിക്കുന്ന ഈ നിലപാട് ബഹുമുഖ വേദികളിൽ കൂടുതൽ വ്യക്തവുമാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനായുള്ള റഷ്യൻ പിന്തുണയും ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള വേദികളിൽ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്ന പൊതു നിലപാടുകളും ഈ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയവും വിദ്യാഭ്യാസ ബന്ധങ്ങളും ഈ ദീർഘകാല സൗഹൃദത്തിന് ഒരു മാനുഷിക തലവും നൽകുന്നുണ്ട്. റഷ്യൻ കലകളും സാഹിത്യവും ഇന്ത്യയിലും ഇന്ത്യൻ സംസ്കാരം റഷ്യയിലും സ്വീകരിക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിക്കാനും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ അമേരിക്കൻ നയതന്ത്രത്തിന്റെ ചഞ്ചലതയെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസ്യതയുടെ പ്രതീകമായ റഷ്യയ്ക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് ഏറെ സന്തോഷകരമാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ.